ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ മെട്രോയിലേക്ക് പോകുന്ന ഈ പോക്ക് കൊച്ചിയിലേക്കാണ് കേട്ടോ. ഒരു ദിവസം ഫുള്ള് ഞങ്ങൾ എങ്ങനെയാണ് കൊച്ചിയിൽ സ്പെൻഡ് ചെയ്തതെന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ. ഇത് നമ്മുടെ മെട്രോ ട്രെയിൻ കയറാൻ വേണ്ടി നിൽക്കുന്നതാണ്. പക്ഷെ നമ്മൾ കാണാൻ പോകുന്നത് മോഡേൺ ട്രാൻസ്പോർട്ടിൻ്റെ അത്ഭുതമായ കൊച്ചി വാട്ടർ മെട്രോയും പിന്നെ നമ്മുടെ ചരിത്രപ്രധാനമായ ഒരു പള്ളിയുണ്ട് എടപ്പള്ളിയിൽ, സെൻറ്റ് വെറോന ചർച്ച്. ഇത് രണ്ടും എക്സ്പ്ലോർ ചെയ്യും. കൂടാതെ നമ്മൾ ലുലു മാളിലും പോകും. അവിടെ ഫണ്ടൂറ എക്സ്പ്ലോർ ചെയ്യാണ്ട് നമുക്ക് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് തരുന്ന ഒരു പ്ലേസാണ് ഫണ്ടൂറ. അപ്പം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് ഇന്നത്തേത്. എല്ലാവരും മറക്കാണ്ട് വീഡിയോ അവസാനം വരെ കാണാം. ഒരുപാട് ലോങ് വീഡിയോ ആയി പോകുന്നതുകൊണ്ട് ഞാൻ ഫണ്ടൂറ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ എടപ്പള്ളി ചർച്ചും വാട്ടർ മെട്രോയുടെയും കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ മെട്രോയിൽ നിന്ന് ഇറങ്ങി ഞങ്ങളൊരു ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ ചർച്ചിലേക്ക് പോയത്. ഇത് ചെറിയൊരു യാത്രയൊന്നും അല്ല, നമ്മുടെ കൊച്ചിയുടെ ലൈഫ് നേരിട്ട് അനുഭവിക്കുന്ന ഒരു ചെറിയ ജേർണി കൂടിയാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് കാണുന്ന ചെറിയ ചെറിയ ഷോപ്പുകളും ആൾക്കാരുടെ തിരക്കും നഗരത്തിൻ്റെ ആ ഫാസ്റ്റ് ലൈഫും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. കുറേ നാളായി ഓട്ടോയിൽ കയറിയിട്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയൊക്കെ വരുന്നൊരു മൊമെൻ്റ് ആയിരുന്നു അത്. നമുക്കിവിടുന്ന് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ചർച്ച് കാണാം. ദേ ആ കാണുന്നതാണേ. ഈ ചർച്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ളതും ഏറ്റവും ഫേമസ് ആയ ചർച്ചുകളിൽ ഒരു ചർച്ചാണ് ഇത്. പിന്നെ കുറേ AD എങ്ങാണ്ടാണ് ഈ പള്ളി സ്ഥാപിതമായത്. ഒരുപാട് വിശ്വാസികൾ ഇവിടെ വരുന്നുണ്ട്. ജാതി മത ഭേദമന്യേ കുറേ പേര് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളിപ്പോൾ ആദ്യം കയറാൻ പോകുന്നത് പഴയ പള്ളിയിലേക്കാണ് കേട്ടോ. ഇവിടുത്തെ പഴയ പള്ളി കാണുമ്പോൾ തന്നെ നമുക്കൊരു ഡിഫറൻറ്റ് ഫീലാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് നൂറ്റാണ്ടുകളുടെ വിശ്വാസം നേരിട്ട് അനുഭവിക്കുന്നത് പോലെ തോന്നും. പിന്നെ ഇവിടുത്തെ മറ്റൊരു വിശേഷമാണ് ഈ കിണറ്റിലെ വെള്ളം. ഈ കിണറ്റിലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ രോഗശാന്തി ലഭിക്കും, അനുഗ്രഹം ലഭിക്കും, അങ്ങനെ പല വിശ്വാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു വിശുദ്ധ ജലമായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഇവിടെ വരുന്നവരൊക്കെ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കാറുണ്ട്. പഴയ പള്ളിയുടെ അടുത്ത് തന്നെയാണ് നമ്മുടെ പുതിയ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് വിശ്വാസികളെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ നല്ല വലിയ ഹാളും നല്ല ഉയർന്ന മേൽക്കൂരകളും അതിൽ കൊത്തുപണികളും ഒക്കെ ചേർന്ന് വളരെ മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ വന്ന ടൈമിൽ ഇവിടെ ഒരു മാരേജ് ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിലെ മേൽക്കൂരകളിലൊക്കെ കണ്ടോ, ബൈബിളിലെ ചില സംഭവങ്ങളൊക്കെ ചേർത്തിട്ടുള്ള കൊത്തുപണികളാണെന്ന് തോന്നുന്നു കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതുപോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഇൻസൈഡിലും. അകത്ത് മാരേജ് ഫംഗ്ഷൻ നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അകത്തേക്ക് കയറിയില്ല, പുറമേ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വേഗം ഇറങ്ങി കേട്ടോ. എന്താണെന്നറിയില്ല, ഇവിടെ വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീല് കിട്ടും. പള്ളിയുടെ ആ ഒരു ആത്മീയത അല്ലെങ്കിൽ ആ ഒരു ചരിത്രപ്രധാനമായ ആ ഒരു അന്തരീക്ഷം എല്ലാം കൊണ്ടും ആയിരിക്കാം ചിലപ്പോൾ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ ബോഡി പാർട്സ് ഒക്കെയുള്ള മെഴുകുതിരികൾ കത്തിക്കുക എന്നുള്ളത്. അത് ഈ രോഗശാന്തിക്കൊക്കെ വേണ്ടി ആൾക്കാർ വിശ്വാസപൂർവ്വം ചെയ്യുന്ന ഒരു നേർച്ച കൂടിയാണ്. അപ്പോൾ ചർച്ചിൻ്റെ പുറത്തൊരുക്കിയിരിക്കുന്ന ഈ മെഴുകുതിരി കത്തിക്കുന്ന ഏരിയ വിശ്വാസികൾക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ. ഇവിടെ വരുന്നവരൊക്കെ തങ്ങളുടെ വിഷമങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ മെഴുകുതിരികൾ കത്തിക്കാറുണ്ട്. അപ്പോൾ നല്ല വെയിലുള്ള സമയമാണ്, ഇവിടെ നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഈവനിങ് ടൈമിലൊക്കെ ഓക്കെയാണ്. അങ്ങനെ നമ്മുടെ ചർച്ചിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ വീണ്ടും തിരിച്ച് ഓട്ടോയിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മുടെ ചർച്ചിൽ നിന്ന് കിട്ടിയ ആ ഒരു പോസിറ്റീവ് എനർജി, ആ പോസിറ്റീവ് വൈബൊക്കെ ഒരു വേറൊരു ഫീല് തന്നെയാണ്. ഇനി നമ്മൾ നമ്മുടെ സിറ്റി ലൈഫിൻ്റെ മറ്റൊരു മുഖം കാണാൻ പോയാണ്, നമ്മുടെ വാട്ടർ മെട്രോ എക്സ്പ്ലോർ ചെയ്യാൻ. അങ്ങനെ ഇപ്പോൾ നമ്മൾ സ്പിരിച്വൽ വൈബ്സും മോഡേൺ ട്രാവൽ എക്സ്പീരിയൻസും ഒക്കെ ഒന്നിച്ച് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി വാട്ടർ മെട്രോയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അതുവരെ നമുക്ക് ഓട്ടോയിൽ ഇരുന്നുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുപോവാം.
അപ്പോൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടക്കണം നമ്മുടെ വാട്ടർ മെട്രോയുടെ ഏരിയയിലേക്ക് പോകാനായിട്ട്. ഈ പോകുന്ന വഴിക്ക് ഇരുവശങ്ങളിലൊക്കെ ആയിട്ട് ഷോപ്പൊക്കെ ഉണ്ട്. നമുക്കിപ്പം വെള്ളമോ ജ്യൂസോ സ്നാക്സോ എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങിച്ച് കഴിക്കാം കേട്ടോ. വാട്ടർ മെട്രോയിൽ നമുക്ക് AC ഉണ്ട്, പിന്നെ ക്ലീൻ സീറ്റിംഗ് ആണ്. കൊച്ചിയുടെ ഫുൾ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഈ വാട്ടർ മെട്രോയിൽ കൂടി. കൂടാതെ നമ്മൾ അപ്പുറത്ത് ചെന്നിട്ട് ഒരു സ്പെഷ്യൽ ലഞ്ചും കൂടി കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ഇന്നൊരു കാർഡ് എടുക്കണം. നമ്മൾ സാധാരണ മെട്രോയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു കാർഡ് നമുക്ക് ഇവിടുന്നും കിട്ടും. Saw you from the distance. Hey you, can we talk? Hey you, I think you're my subsistence. Hey you, or am I wrong? More than
സമൃദ്ധി അറ്റ് കൊച്ചി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഹോട്ടലിലേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ലഞ്ച് ടൈമാണ്, നല്ല ക്യൂ ഉള്ള ടൈമാണ് കേട്ടോ. നല്ല നാടൻ വാഴയിലുള്ള സദ്യയും പിന്നെ പൊതിച്ചോറുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ഫ്രഷാണ്, പ്രത്യേകിച്ച് ഫിഷ്. പിന്നെ ഇവിടെ തന്നെ ഫ്രഷ് ജ്യൂസ് കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ വിൻഡോ സൈഡിൽ ഇരുന്ന് നോക്കുമ്പോൾ നമുക്ക് കൊച്ചിയുടെ ബ്യൂട്ടി ഫുള്ളായിട്ട് കാണാൻ പറ്റും. ടിക്കറ്റ് എടുത്ത് ബോട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ഫീല് ഒരു പ്രത്യേക മൂഡിലേക്ക് തന്നെ മാറുന്നുണ്ട് കേട്ടോ, നമുക്ക് അറിയാൻ പറ്റും. സിറ്റിയുടെ ട്രാഫിക് ബഹളങ്ങളൊന്നും ഇല്ലാണ്ട് വെള്ളത്തിലൂടെ നല്ല കൂൾ കാറ്റൊക്കെ അടിച്ച് എൻജോയ് ചെയ്ത് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് പോകാൻ ഇതിലും നല്ലൊരു യാത്ര വേറെ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോയുടെ എക്സ്പീരിയൻസ്. നല്ല ക്ലീൻ ആൻഡ് സേഫ്റ്റി ആയിട്ടുള്ള ജേണിയാണ്, കൂടാതെ നല്ല ആംബിയൻസും. അപ്പോൾ ഇനി കൊച്ചി വരുമ്പോൾ ഇത് മിസ്സാക്കാൻ മറക്കരുത്. നമ്മളിനി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ലുലു മാളിലെ ഫണ്ടൂറയാണ്. അത് നെക്സ്റ്റ് വ്ളോഗിൽ ഉണ്ടാവും. അപ്പോൾ ആരും മിസ്സാക്കാണ്ട് കണ്ടിന്യൂ ആയിട്ട് കാണുക. ഓക്കെ, ബൈ ബൈ.